കണ്ണനെ കണി കണ്ടുണരുന്ന ഒരു വിഷുപ്പുലരി കൂടി വന്നെത്തി. ഏവർക്കും നിറം ഫാബിന്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഈ വിഷുകാലത്തെ നമുക്ക് ഒന്നിച്ച് വരവേൽക്കാം. കുടുംബത്തോടൊപ്പം എത്തി പർച്ചേസ് ചെയ്യാൻ ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് വെയറുകളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. അതും ആകർഷകമായ ഓഫറുകളോടെ. നിറം ഫാബ്, മേപ്പാടം, ചേലക്കര. കേരളത്തെ ലഹരിയുടെ ഹബ്ബാക്കി മാറ്റിയത് ഇടത് വലത് ജിഹാദികളുടെ കൂട്ടുകെട്ടാണെന്ന് ആരോപിച്ച് ലഹരി വിരുദ്ധ ജനജാഗ്രത നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ച് BJP ചേലക്കര മണ്ഡലം കമ്മിറ്റി. കേരളത്തെ ലഹരിയുടെ ഹബ്ബാക്കി മാറ്റിയ ഇടത് വലത് ജിഹാദി കൂട്ടുകെട്ടിനെതിരെ പഴയന്നൂരിൽ BJP ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ജനജാഗ്രത നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. നൈറ്റ് മാർച്ച് മേഖലാ ഉപാധ്യക്ഷൻ AS അനീഷിയാൽ ഉദ്ഘാടനം നിർവഹിച്ചു. സമൂഹത്തെയും സമ്പത്തിനെയും ആരോഗ്യത്തെയും സംസ്കാരത്തെയും എപ്രകാരത്തിൽ ഇത് നശിപ്പിക്കുമെന്ന് സ്വാഭാവികമായിട്ട് നമുക്ക് ഈ നൈറ്റ് മാർച്ചിന്റെ ഈ വേളയിൽ നമുക്കൊന്ന് വിചിന്തനം ചെയ്യണം. നമുക്കറിയാം, ഈ ഒരു സമരത്തിന് പേര് കൊടുത്തത് തന്നെ രാത്രി പ്രതിഷേധം എന്നുള്ള രീതിയിലാണ് നൈറ്റ് മാർച്ച്. കാരണം ലഹരിയുടെ കേരളത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഏറ്റവും കൂടുതൽ ക്രൈമുകൾ നടക്കുന്നത് രാത്രിയിലാണ്. അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ട് ഈ ലഹരിക്കെതിരെയുള്ള ഈ ഒരു സമരപരിപാടി, പ്രത്യക്ഷമായ സമരപരിപാടി, അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നൈറ്റ് മാർച്ച് എന്നുള്ള രീതിയിൽ കേരളത്തിൽ ആകമാനം അതിന് തുടക്കം കുറിക്കാൻ പാർട്ടി തീരുമാനമെടുത്തത്. ഇവിടെ പ്രകാശൻ സൂചിപ്പിച്ചു, സ്വാഭാവികമായിട്ട് ഇപ്പൊ പല പേരുകളിൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകളെയും അതിന്റെ കരിയർമാരെയും അതിന് വിപണനം നടത്തുന്നവരെയും ഗുണഭോക്താക്കളെയും ഒക്കെ പിടിക്കാനെന്ന വ്യാജേന ഈ അടുത്ത നാളുകളായിട്ട്, ഏതാനും ദിവസങ്ങളും ആഴ്ചകളുമായിട്ട് ഒരു അത്യുത്സാഹം സ്വാഭാവികമായിട്ട് കാണുന്നുണ്ട്. നമ്മളാരും തെറ്റിദ്ധരിക്കേണ്ട. ഭാരതത്തിന്റെ അതിശക്തനായിട്ടുള്ള ബഹുമാന്യനായ ആഭ്യന്തരമന്ത്രി ലോകസഭയിൽ അദ്ദേഹം ഹ്രസ്വമായ ഒരു പ്രസംഗം നടത്തി. അതിൽ അദ്ദേഹം സൂചിപ്പിച്ചു, സ്വാഭാവികമായിട്ട് സംസ്ഥാന വിഷയമാണിത്. ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് സംസ്ഥാനത്തെ പോലീസും നാർക്കോട്ടിക് സെല്ലും ഡ്രഗ്സ് കൺട്രോളും എക്സൈസും അതുപോലെ അടങ്ങുന്ന യൂണിറ്റുകള്, നിയമപാലകന്മാര്, അവരാണ് ഇതിനെതിരെ ശക്തമായ നിലപാടുകൾ എടുക്കേണ്ടത്. മണ്ഡലം പ്രസിഡന്റ് TC പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കൌൺസിൽ അംഗം PK മണി, AS ശശി, PK ഉമേഷ്, K ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പന്തം കൊളുത്തി പ്രകടനം ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ചായിരുന്നു ഭാരതീയ ജനതാ പാർട്ടി പ്രതിഷേധ പരിപാടിക്ക് തുടക്കമിട്ടത്. പിണറായി വിജയന്റെ ഗവൺമെന്റ് നേതൃത്വത്തിലുള്ള സർക്കാരും ആഭ്യന്തര വകുപ്പുമാണ് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അത് മാത്രമല്ല, അവർക്കെല്ലാം തന്നെ കൊടുക്കുന്ന രീതിയിൽ ഒരു നാണയത്തിന്റെ രണ്ടു വശം എന്നോളം കൂട്ടുനിൽക്കുന്ന ഇവിടുത്തെ UDF സംവിധാനവും ഈ ഇടതും വലതും കൂടി പാലൂട്ടി വളർത്തുന്ന ജിഹാദി കൂട്ടുകെട്ടും. അപ്പൊ ഈ ഇടത് വലത് ജിഹാദി കൂട്ടുകെട്ടുകൾ കൂടി ഈ കൊച്ചു കേരളത്തെ ലഹരിയുടെ ഒരു ഹബായി മാറിയിരിക്കുകയാണ്. ഇതിനെ ഒരു ചെറുവിരലടക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. കാരണം എന്താ? ഇവർ തന്നെ ഇവരുടെ യുവാക്കളെയും ഇവരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെയും എല്ലാം ഇവരോട് ചേർത്ത് നിർത്താൻ വേണ്ടി ഇവർ തന്നെ പാലൂട്ടി വളർത്തുന്ന വിഷപ്പാമ്പുകളാണ്. CCV ന്യൂസ്, പഴയന്നൂർ.